പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് മന്ദിരത്തിനു വേണ്ടി പുരോഗമിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടക്കുന്നതായി ബിജെപി ആരോപിച്ചു. അലിമുക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. എന്നാൽ എസ്റ്റിമേറ്റിന് പ്രകാരമല്ല നിർമ്മാണം നടക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. 3 നില മന്ദിരത്തിന്റെ തൂണുകൾ കണ്ടാൽ അത് മനസ്സിലാകും. മതിയായ അളവിൽ സിമന്റും മണലും ഉപയോഗിച്ചിട്ടില്ല. കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഭാഗത്ത് മണലോ സിമന്റോ ഇല്ലാത്തതിനാൽ മെറ്റലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. 45 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 3 നില കെട്ടിടം കോഴിക്കോടുണ്ടാക്കുന്ന ലാഘവത്തോടെയാണ് നിർമ്മിക്കുന്നതെന്നും നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയുണ്ടെന്നും ബിജെപി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഭിലാഷ് ചെമ്പ്രാമൻ ആരോപിച്ചു. പുതിയതായിട്ട് പണിയുന്ന ഈ കെട്ടിടത്തിലെ നിറയെ അഴിമതികൾ നിറഞ്ഞാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിന് ചേർക്കേണ്ട അസംസ്കൃത വസ്തുക്കൾ ചേർക്കാതെ, അവരെ സിമന്റ് ചേർക്കാതെ, മറ്റൊരു കാര്യങ്ങളും ചേർക്കാതെ ഇത് വളരെ അഴിമതി നിറഞ്ഞതായിട്ടുള്ള ഒരു പണി പൂർത്തിയാക്കി ബില്ല് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് ഈ പഞ്ചായത്ത് അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇവിടുത്തെ ഭരണപക്ഷത്തിന്റെ കൂടെ ഇവിടുത്തെ പ്രതിപക്ഷവും കൂട്ടിയേർന്നുകൊണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ പ്രതികരിക്കേണ്ട അവർ യാതൊരു കാരണവശാലും പ്രതികരിക്കാതെ അവർ മൗനം അവലംബിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾ പോലും ഇത് നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇത് ഏത് സമയം ഇടിഞ്ഞ് നിലം പൊത്താവുന്ന രീതിയിലാണ് ഇതിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോഴിക്കോട് പണിയുന്ന ലാഘവത്തോടെയാണ് ശരിക്കും ഇതിന്റെ പണികൾ ഇവിടെ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അഴിമതിക്കെതിരെ ബിജെപി പ്രതികരിക്കുന്നു. അഴിമതിയുടെ കാര്യത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്നും അതുകൊണ്ടാണ് അശാസ്ത്രീയവും ഗുണനിലവാരമില്ലാത്തതുമായ കെട്ടിട നിർമ്മാണത്തിന് പ്രതിപക്ഷം പ്രോത്സാഹനം നൽകുന്നതെന്നും അവർ ആരോപിച്ചു. നിർമ്മാണത്തിലെ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ പൊതുജനങ്ങളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. യുവമോർച്ച പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് പ്രവീൺ ലാൽ, ട്രഷറർ ആച്ചു, വിനോദ് കുമാർ, എസ് രാജു, ടി എസ് രാജേന്ദ്രൻ തുടങ്ങിയവരാണ് സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.